തദ്ദേശപോരും മുറുകിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളെല്ലാം റിസൾട്ട് നെഞ്ചിരിപ്പോട് കൂടിയാണ് നോക്കിക്കാണുന്നത്. നമുക്കറിയാം, പ്രതീക്ഷിച്ചതിൽ നിന്നും വിപരീതമായി പല കോണുകളിൽ നിന്നുമുള്ള വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ കണക്കുകൾ പ്രകാരം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മറ്റൊരു അട്ടിമറിയാണ് ഇപ്പോൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. എങ്ങോട്ടാണ് റിസൾട്ടിലേക്ക് പോക്ക് വരുന്നത്? ആരായിരിക്കും ഇനി ഇതുവരെയുള്ള ഒരു നിലയിൽ നിന്നും വിജയത്തിലേക്കുള്ള സാധ്യത? ഹർഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിന് പ്രകാരം 136 ഗ്രാമപഞ്ചായത്തുകളിൽ 136 ഇടത്ത് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ലീഡ് ചെയ്യുന്നുണ്ട്. LDF, UDF 113 ഇടത്ത്, ബ്ലോക്ക് പഞ്ചായത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം 41 ഇടത്ത് LDF, 30 ഇടത്ത് UDF, ജില്ലാ പഞ്ചായത്തുകളിൽ 7 എണ്ണത്തിൽ UDF, അതായത് 6 എണ്ണത്തിൽ UDF, 4 എണ്ണത്തിൽ LDF ലീഡ് ചെയ്യുന്നു. മുനിസിപ്പാലിറ്റികളിൽ 29 ഇടത്തും 29 ഇടത്ത് LDF, 28 ഇടത്ത് UDF ലീഡ് ചെയ്യുന്നു. കോർപ്പറേഷനിൽ 4 ഇടത്ത് LDF, ഒരിടത്ത് ഇതേപോലെ UDF ലീഡ് ചെയ്യുന്നു. NDAയും ശക്തമായ സ്ഥാനാർത്ഥിയും, അതായത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ 3 ഇടത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തുകളിൽ 10 ഇടത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു LDFന് മുന്നോട്ട് പോക്ക്, അല്ലാതെ LDFന് ക്ലീൻ എഡ്ജ് നൽകുന്ന വലിയൊരു തെരഞ്ഞെടുപ്പ് റിസൾട്ടുകളൊന്നും അല്ല പുറത്തു വരുന്നത്. നമുക്ക് ഏകദേശം ഉച്ചയോടുകൂടി അതിൻ്റെ ചിത്രങ്ങൾ അറിയാൻ കഴിയും. ജനങ്ങൾ കൃത്യമായി പറഞ്ഞാൽ കേരളത്തിൽ BJPക്ക് സ്ഥാനമുണ്ടാകുന്നു എന്നാണ് വളരെ നമുക്കിപ്പോൾ ഇലക്ഷൻ റിസൾട്ടുകൾ പല കോണുകളിൽ നിന്ന് വരുമ്പോൾ അറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് ആദ്യഘട്ടത്തിൽ ശബരിനാഥ് മുന്നിലെത്തിയിരുന്നു. പിന്നെ ഇപ്പോൾ ശ്രീലേഖ IPS പിന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. അതേപോലെ SP ദീപക് 93 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ള വാർഡ് കൂടിയായിരുന്നു പേട്ട വാർഡ് എന്ന് പറയുന്നത്. അത്തരത്തിൽ വളരെ വലിയ രീതിയിലുള്ള ഇലക്ഷൻ റിസൾട്ടുകൾ മാറി മറിയുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ നോക്കിയാൽ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് കഴിഞ്ഞ 2-3 ദിവസമായി നമ്മൾ പറയുന്നത് കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 13 എന്ന നിലയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അതേപോലെ LDFന് തിരുവനന്തപുരം ജില്ലയിൽ മേൽക്കൈ കിട്ടുമെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. കൊല്ലത്ത് മേൽക്കൈ കിട്ടുമെന്ന് പറഞ്ഞു. കോഴിക്കോട് മേൽക്കൈ കിട്ടുമെന്ന് പറഞ്ഞു. തൃശ്ശൂരിൽ UDF ലീഡ് ചെയ്യും, UDFന് ഒരു എഡ്ജ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കളിയാക്കിയവരുണ്ട്. പക്ഷേ ഇതാ ആദ്യത്തെ പല സൂചനകൾ നോക്കൂ, LDFന് പിന്തള്ളിക്കൊണ്ട് UDFന് എഡ്ജ് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് BJP രണ്ടാമത് വരുന്ന സാഹചര്യം. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വിജയാഹ്ലാദം BJP തുടങ്ങിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം എഫക്റ്റ് അവിടെ ഏറ്റില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ആദ്യഘട്ടത്തിൽ K മുരളീധരൻ വലിയൊരു പട്ടിക പുറത്തുവിടുന്നു. അതിൻ്റെ ഭാഗമായി വലിയൊരു യുവനിരയുടെ പാനൽ ഇറക്കുന്നു. വൈഷ്ണവ് ഉൾപ്പെടെയുള്ളവരുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതേപോലെ നേമം ഷജീറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. അങ്ങനെ തിരുവനന്തപുരത്ത് UDF വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് ആദ്യഘട്ടം പറഞ്ഞിരുന്നെങ്കിലും അവസാന ഘട്ടം എത്തിയപ്പോൾ അത് ഒരു ക്ലിയർ എഡ്ജ് CPMന് ലഭിക്കുന്നൊരു സാഹചര്യം. CPMഉം LDFഉം അതേപോലെ തന്നെ BJPയും തമ്മിലുള്ള നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്ക് അത് എത്തുന്നു. അവര് കട്ടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റുകൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം. അല്ല, ഈ ഒരു നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിന് നമ്മൾ ഈ ഒരു കണക്ക് പറയുമ്പോൾ പോലും നമ്മളിൽ പലരും ചിന്തിക്കുന്ന, അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിയമസഭയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു തദ്ദേശത്തിൽ. തീർച്ചയായും ജില്ലാ പഞ്ചായത്തുകളിലെ കണക്കുകൾ എന്ന് പറയുന്നത്, ജില്ലാ പഞ്ചായത്ത് വോട്ടുകൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ വോട്ടുകളാണ്. ആ ട്രെൻഡ് നോക്കിയാൽ മനസ്സിലാകും അടുത്ത 2026 കേരളം എങ്ങോട്ടേക്ക് ചിന്തിക്കുമെന്നുള്ളതിന് വ്യക്തമായ ഉദാഹരണമാണ് ഇപ്പോൾ വരുന്ന പല സൂചനകൾ. എന്തായാലും UDFനെ കേരളം, അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസിനെ ഇവിടുത്തെ ജനങ്ങൾ മറന്നിട്ടില്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. ഭരണവിരുദ്ധ വികാരം, അതേപോലെ തന്നെ സ്വർണ്ണപ്പാളി വിഷയം, ഇതെല്ലാം ചർച്ചയായിട്ടുണ്ട്. പലയിടത്തും 2020 ലീഡ് ചെയ്യുന്നതായി കാണുന്നു കൊച്ചിയിൽ. അതേപോലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ പൂർണ്ണമായൊരു ചിത്രം നൽകാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്നാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം, ആർക്കും ഒരു തരത്തിലും ഒരു ക്ലിയർ എഡ്ജ് നൽകുന്ന പോരാട്ടമല്ല ഇവിടെ നടക്കുന്നത് എന്ന് ഏറെ ശ്രദ്ധേയമാണ്. അതായത് നമുക്ക് നോക്കാൻ കഴിയുകയാണെങ്കിൽ ഇപ്പോൾ ആ ലീഡ് നില മാറി മറിഞ്ഞിട്ടുണ്ട്. അതായത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ മാറി മറിയുന്നുണ്ട്. എന്നാലും UDFനാണ് ട്രെൻഡ് അനുസരിച്ച് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ UDFന് ഒരു മുന്നേറ്റമുണ്ട്. UDFനെ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ സെർട്ടൈലായിട്ട് 20% വോട്ട് ഷെയറുള്ള BJP അവരുടെ കോർ പോയിന്റുകളിൽ അവരുടെ വോട്ടുകൾ
വർദ്ധിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. CPM പലയിടത്തും കാലിടറുന്നത് കാണുന്നു. അതായത് എല്ലാ കാലത്തും നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് LDF മേൽക്കൈകൾ ലഭിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുകളാണ് എന്ന് പറയുന്നത്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം പോലും മുനിസിപ്പാലിറ്റികളിൽ ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം UDF ഒരു മേൽക്കൈ ലഭിച്ചിരുന്നത് മുനിസിപ്പാലിറ്റികളിലായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെയും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. വാർഡുകൾ അനുസരിച്ച് വാർഡുകൾ പിടിച്ചെടുക്കുന്നത് വാർഡുകൾ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കോൺഗ്രസിന്റെ കടന്നവർ വളരെ കുറവായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ആ ട്രെൻഡ് മാറുന്നത് കാണുന്നുണ്ട്. LDF തേരോട്ടം, അതായത് ഒരു ക്ലീൻ സ്വീപ്പിനൊന്നും തയ്യാറല്ല എന്ന് കോൺഗ്രസിന്റെ നമ്മൾ കഴിഞ്ഞ ദിവസമേ പറഞ്ഞു, അരയും തലയും മുറുക്കിയുള്ള പ്രവർത്തനം. അവർക്ക് പ്രവർത്തിച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെ അഡ്രസ് കേരളത്തിൽ നിന്ന് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം. 2026 തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അതിന് മുമ്പുള്ള കട്ടൺ റൈസർ അവർ മിഷൻ 2025 എന്ന നിലയിൽ നേരത്തെ പോയിരുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു 3-3 എന്നുള്ളത്. അതിലിപ്പം ലീഡ് നില മാറി മറിയുമ്പോൾ 3-3 എത്തുന്നത്. അവസാനം ഇത് 5-1 എത്തുമോ എന്നുള്ളത് നമുക്ക് കണ്ടാൽ കോഴിക്കോട്, കണ്ണൂര്, അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞതനുസരിച്ച് തിരുവനന്തപുരം, കൊല്ലം LDF, കൊച്ചി UDF, കോഴിക്കോട് LDF, കണ്ണൂര് UDF, അതേപോലെ തൃശ്ശൂര് UDF, അങ്ങനെ 3-3 എന്ന നിലയിലാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ആ സൂചനകളിലേക്കാണ് എത്തുന്നത്. എന്തായാലും അതൊരു 4-2 എത്താനുള്ള സാഹചര്യം നിലവിലത്തെ ലീഡ് നില വെച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ വലിയ പതുങ്ങി ഇരുന്നിട്ടാണെങ്കിൽ പോലും BJP വോട്ട് നില വളരെ നിലയിൽ കൂടുന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ സാധിക്കും. അതെ, രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു മുന്നേറ്റം എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു ഇമേജിനെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്രയും നാൾ സൈലന്റ് ആയിരുന്നു കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇപ്പോൾ BJP ഉള്ളതിനേക്കാൾ ഒരുപടി മുകളിലേക്കുള്ള ഒരു സ്റ്റെപ്പിലേക്ക് കയറിയിരിക്കുന്നത്. ഇനിയിപ്പോ വരുന്ന സമയങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുമായിരിക്കും ഇനി ആരാണ് മുന്നോട്ട് പോകുന്നത്. ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ ഇതിന്റെ ഏകദേശ രൂപം പുറത്തു വരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ രാഹുൽ രവീന്ദ്രൻ പറയുന്നത് പോലെ, അതായത് ഇളകാത്ത കോട്ടകുത്തളങ്ങളില്ല. അതേപോലെ CPM പല കോട്ടകുത്തളങ്ങളും ഇളകിയിട്ടുണ്ട്. BJP പല സ്ട്രോങ് ഏരിയകളും ഇളകിയിട്ടുണ്ട്. അപ്പോൾ സമ്മിശ്രിതമായ പ്രതികരണം, അതായത് ഇപ്പോൾ അതായത് LDF തന്നെയാണ് എഡ്ജ് എന്ന് പറയുമ്പോൾ ഒപ്പത്തിനൊപ്പം പിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ UDF എത്തിയിരിക്കുന്നു. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, 3 മുന്നണികൾക്കും അവരുടേതായ വിഷയങ്ങളെല്ലാം തന്നെ ഉയർത്തി കാണിക്കാനുണ്ടായിരുന്നു. CPM സംബന്ധിച്ച് നോക്കൂ, സ്വർണ്ണപ്പാളി വിഷയം, കത്ത് വിവാദം, അങ്ങനെയുള്ള വിഷയങ്ങൾ. പക്ഷെ അവിടെ അവർ ക്ലിയർ എഡ്ജ് പിടിച്ചത് എങ്ങനെയാണ്? അവർ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട്, പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ കൃത്യമായി ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമങ്ങൾ നടത്തി. അതേപോലെ കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടം വിഷയം, അവരുടെ ഇടയിലെ പടലപ്പിണക്കങ്ങൾ, അസ്വാരസ്യങ്ങൾ, ഇതെല്ലാം തന്നെ ചർച്ചയായൊരു. അതേപോലെ BJP സംബന്ധിച്ച് BJP തിരുമല അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മഹത്യ, തൃക്കണ്ണാപുരത്ത് RSS പ്രവർത്തകന്റെ ആത്മഹത്യ, അതേപോലെ രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂമി കുംഭകോണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും. എന്തായാലും ഇലക്ഷൻ റിസൾട്ടുകൾ ഇതിന്റെ അവസാനമല്ല. നമ്മൾ ആദ്യത്തെ ട്രെൻഡുകൾ നേഷൻ ഫസ്റ്റിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് UDF ഒപ്പത്തിനൊപ്പം ഉണ്ട്, അല്ലെങ്കിൽ LDF കുതിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം ബാറ്റിൽ എന്താനായിട്ട് UDF ഉണ്ട്. സെർട്ടൈലായിട്ട് BJP അവരുടെ വോട്ട് ഷെയർ 20% വോട്ട് ഷെയർ കേരളത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോഴും അവർ അതിനൊപ്പത്തിനൊപ്പം അവരുടെ കോർ ഏരിയകൾ വോട്ട് വർദ്ധിപ്പിക്കുകയാണ്.